Hello guys, welcome back to our YouTube channel Simslam Vlogs. അപ്പോൾ ഗായ്സ് ഇപ്പോൾ നമ്മളിപ്പോൾ കാശ്മീരിൽ ഇപ്പോൾ 4th ഡേ ആണ്. ഫസ്റ്റ് ഡേ റൂം എത്തി അവിടെ സ്റ്റേ ചെയ്ത്, സെക്കൻഡ് ഡേ ഡാൽ ലേക്ക്, തേർഡ് ഡേ ഗുൽമർഗ്, ഇത് 4th ഡേ സോനാമർഗാണ്. സോനാമർഗാണ് മെയിൻ നമ്മളെ സ്പോട്ട് കിട്ടും. കാശ്മീരിൽ ഫുൾ മഞ്ഞൊക്കെ അല്ലേ, അത് സോനാമർഗിൻ്റെ മെയിൻ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് എന്താക്കി ട്രാവലർ പറഞ്ഞിച്ച് ചെറിയ റെൻ്റിട്ട് കൊടുത്തു. അത്യാവശ്യം റെൻ്റ് ഉണ്ടാവും, ചെറിയ റെൻ്റല്ല മാറിപ്പോയി, റെൻ്റ് ഉണ്ടാവുക. എന്താ വെച്ചാൽ ഒന്നാമത്തെ അവിടെ സീസൺ ടൈമാണ്, പക്ഷേ അവിടെ ഈ യുദ്ധമൊക്കെ ഉണ്ടായതുകൊണ്ട് ആരും വന്നില്ല. അപ്പോൾ നല്ല റേറ്റ് ചാർജ് ചെയ്യും ഇവർ. അപ്പോൾ നമ്മൾ പോയി അങ്ങനെ പോയിക്കൊണ്ട് കാണും. പോകുമ്പോൾ നല്ല നല്ല മഞ്ഞ് മലകളൊക്കെ നോക്ക്, എന്താ രസമല്ലേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ട്രാവലർ നിർത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കലുണ്ട്, അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ട്. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ കാശ്മീർ വന്ന് എനിക്ക് ആകെ ഒരു കാര്യം പറയാനുണ്ട്, എന്തായാലും സോനാമർഗ് പോകണം, അതാണ് എനിക്ക് പറയാം. പിന്നെ നമ്മളെ എന്താ പറയുക, ഇത് 4th ഡേ ആണ് സോനാമർഗ്. സോ നമ്മളെ ഗുൽമർഗ്, ഡാൽ ലേക്ക് ഒന്നും, ഡൽഹി ട്രിപ്പ് ഒന്നും കണ്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ പോയി കാണണം കേട്ടോ. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് വേഗം പോയി കണ്ടിട്ട് വേഗത്ത് കണ്ടോളി. പിന്നെ വേഗം സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ, ചെയ്യാത്തവർ നല്ല നല്ല വീഡിയോസ്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എങ്ങനെ ചാലഞ്ചൊക്കെ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അവിടെ ഇതാ കുതിരകളൊക്കെ പോണ്, നല്ല രസമാട്ടോ കാണാൻ. ഇത് വീഡിയോയിൽ കാണുന്ന മാതിരിയേ അല്ല, റിയലായിട്ട് കാണുന്ന നല്ല രസമാണ്. നല്ല മഞ്ഞു മലകൾ. നമ്മൾ വിചാരിച്ച സമ്മർ ടൈമല്ലേ, മെയിലാണ് പോയത് നമ്മൾ. അപ്പോൾ കുറച്ച് ഡിലേ ആയിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. നമ്മൾ വിചാരിച്ച് നല്ല എന്താ പറയുക, വലിയ ക്ലൈമറ്റ് ആണ്, പക്ഷേ സ്റ്റിൽ നല്ല മഞ്ഞൊക്കെ ഉണ്ട് അവിടുന്ന്. നമ്മളവിടെ സോനാമർഗ് എത്തി. അവിടുന്ന് നേരെ നമ്മളൊരു കാറ് അവിടെ ഉണ്ടാവില്ലേ, നമ്മളെ ട്രക്കിങ്ങിന് കൊണ്ടുപോകണ മാതിരി നമ്മളെടുത്ത് 2 കാറെടുത്ത് 15 ആളെത്തന്നെ നമ്മൾ 2 കാറെടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പിന്നെ ഇതാ ഇവിടുന്ന് കുറേ ഫോട്ടോ ഉണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി, ഞാൻ കുറേ പോസ്റ്റ് കിട്ടുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി നല്ല നല്ല പോസ്റ്റ് കാണാം. ഇതാ മഞ്ഞൊക്കെ ഇതാ നിലത്ത് വീഴുന്നുണ്ട്. അത് നല്ല മഞ്ഞ് പറയാനുള്ള മഞ്ഞില്ല, ബിക്കോസ് സമ്മർ ടൈമാണ്. നിങ്ങൾ അത്ര എന്താ പറയുക, അക്സെപ്റ്റ് ചെയ്യണ്ട. സോ ഇതൊക്കെ അവിടെ ഇവിടെ എല്ലാവരും പറയണ ചെകലൊക്കെയാണ്, പക്ഷെ എല്ലാം മഞ്ഞാട്ടോ, നല്ല തണുപ്പൊക്കെ ഉണ്ട് അവിടെ. ഉച്ചക്ക് വലിയ ചൂടായിട്ടുള്ള ചൂടൊന്നുമില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ കുറേ ഫോട്ടോസ് എടുത്തു. എൻ്റെ അക്കതാ, പപ്പതാ, അളിയനതാ. നമ്മളവിടെ എത്തിയിട്ട് 2 ബിസ്ക്കറ്റൊക്കെ വാങ്ങാൻ വിചാരിച്ച്. രാവിലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തീരെ രസമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റാണ്. സോ വലിയ ലൈക്കല്ല അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്, സത്യം പറയാലോ, വലിയ ലൈക്കല്ല അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഫുഡൊക്കെ വാങ്ങി ഞാനത് നടന്നു വെച്ചു, ഓരോരു ബാഗൊക്കെ ഇട്ട്. എൻ്റെ കിട്ടിയില്ല ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ വെച്ചിട്ട് നല്ല നല്ല അല്ലേ. ഇപ്പോൾ കുറച്ച് നേരം കമ്മ്യൂണിറ്റി പോസ്റ്റൊക്കെ ഇടാം, അപ്പോൾ ആൾക്ക് എന്തായാലും നിങ്ങൾ നോക്കണം. പിന്നെ കഴിഞ്ഞ എൻ്റെ അക്കാക്ക് ഉമ്രക്ക് പോയി എന്ന പെട്ടി പൊട്ടിക്കലിൻ്റെ വീഡിയോക്ക് നല്ല റെസ്പോൺസ് കിട്ടിയാണ്. അപ്പോൾ നല്ല ഹാപ്പിയാണ്, അത്യാവശ്യം വ്യൂസൊക്കെ കയറി. അപ്പോൾ നിങ്ങൾ ഗുൽമർഗൊന്നും അത്ര ആൾ കണ്ടില്ല, അപ്പോൾ ഗുൽമർഗൊക്കെ എന്തായാലും പോയി കാണണം, എന്നാലേ മനസ്സിലാവുള്ളൂ നമ്മളെ കറക്റ്റ് ഓർഡർ ട്രിപ്പിൻ്റെ. ഇതാണ് ഗൈസ് മെയിൻ നമ്മളെ സോനാമർഗ് 0 പോയിൻ്റ്. യുദ്ധം നടക്കണ സമയത്ത് ഒരിക്കലും അവിടെ പോകാൻ പറ്റില്ല, പക്ഷെ നമ്മളെ ടാക്സി ഡ്രൈവർ അവിടെ എത്തിച്ച്. പോലീസുകാർ കണ്ട ഫൈനാണ്, വൻ സീനാണ്. യുദ്ധം നടക്കുന്ന ടൈം കൂടിയാണ്. ഇവിടുന്ന് ആകെ കുറച്ചോളൂ പാകിസ്ഥാൻ ബോർഡറിലേക്ക്, കാശ്മീരിൽ നിന്ന്. അപ്പോൾ ഫുള്ള് സീനാണ്. അപ്പോൾ അവിടെ നമ്മൾ കയറി കിട്ടിയില്ല, ഫോട്ടോസൊക്കെ എടുത്ത്. എന്ത് രസമാണ് ഗൈസ്, നിങ്ങളെന്തായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാമായിട്ട് കയറി കാണണം. ഇതാണ് ഞാൻ ഈ കാറിലല്ല, എൻ്റെ അമ്മ വീഡിയോ എടുത്താണ്. ഞാൻ ഈ കാറിലല്ല, ഈ കാറിലുള്ള ആൾക്കാർ വേറെ, ഈ കാറിലുള്ള ആൾക്കാർ ആ കാറിൽ, പിന്നെ നമ്മളെ വേറെ കാറാണ്, എൻ്റെ കസിൻസൊക്കെ ആയിട്ട് വേറെ കാറ്. അപ്പോൾ ഇതൊക്കെ നോക്കി, ഇതൊക്കെ പഴയ കാലത്തുണ്ടായ സംഭവങ്ങൾ കാട്ടും. മല ഇവിടെ കൂടുതൽ നമ്മളെ ട്രക്കുകളാട്ടോ കാണാൻ കഴിയുക, വലിയ വലിയ ട്രക്കുകൾ ലോഡൊക്കെ ഇറക്കണം. പിന്നെ സീസൺ അല്ലല്ലോ, പാവാണ് ഇവർ കേട്ടോ, ഇവർക്ക് തീരെ കച്ചവടമൊന്നുമില്ല വെക്കേഷൻ ടൈമായിട്ട്. ഇവർ പറയണം മീഡിയ ഫേക്കാന്ന്, വെറുതെ ഉണ്ടാക്കി ഓരോന്ന് പറയണം. അവിടുത്തെ ആൾക്കാർ പറയും ഒരു പ്രശ്നവും ഇല്ല. എന്തായാലും അവിടെ പോകണം. അവിടെ ഒരു നല്ല വിഷമത്തിനാണ് നമ്മളോടൊക്കെ ഷെയറൊക്കെ ചെയ്ത്.
നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാശ്മീർ. ലൈഫിൽ 1 ടൈം എക്സ്പീരിയൻസ് 100% ഷുവറാണ്. പിന്നെന്താ നല്ല നല്ല കുറച്ചും കൂടി ദൂരത്തേക്ക് പോയാലേ ഇങ്ങനത്തെ വ്യൂ ഒക്കെ ഉണ്ടാവും. നമ്മൾ പോയി നല്ല രസമാണ്. നല്ല മഞ്ഞുമലകളും സാധാ മലകളും എല്ലാം ഉണ്ട്. അപ്പം അതാ നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ് 2-3 hours 3 or 4 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. 4 hours ഒക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് സോനാമാർഗ് ചുറ്റി കറങ്ങിയിട്ട് നമ്മളവിടെ നമ്മൾ ട്രാവലർ അവിടെ ഉള്ളത് അവിടേക്ക് എത്തി. കാറൊക്കെ ഇറങ്ങിയിട്ട് കാറാണ് ട്രക്കിങ്ങിന് പോയതാണ്. അപ്പോൾ ഇവിടെ കാറ് ഇവിടെ നിർത്തിയിട്ട് എവിടെ ട്രാവലർ വെച്ചാൽ അവിടെ പോയി ട്രാവലറിൽ നിന്ന് നേരെ ശ്രീനഗറിലേക്ക്. അപ്പോൾ നമ്മൾ ട്രാവലറിൽ നിന്ന് നേരെ ശ്രീനഗറിലേക്കാണ്. അപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന ചില അടിപൊളി എക്സ്പീരിയൻസ് അത് പറയാനായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, കാര്യമായിട്ട് പറയാം കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ എന്തായാലും അവിടെ പോകണം. അപ്പോൾ നമ്മൾ ട്രാവലറിൽ ഇനി ട്രാവലറിൽ നിന്ന് നേരെ ശ്രീനഗർ റൂമിലേക്ക്. അപ്പോൾ സോനാമാർഗ് ഇതൊന്നല്ല, ഇതിനെക്കാട്ടി കുറേ കണ്ട് നമ്മൾ പിന്നെ വീഡിയോയിൽ അത്ര ഇൻക്ലൂഡ് ചെയ്യാത്തതാണ്. അപ്പോൾ നമ്മളെ കിട്ടിയില്ല ഫോട്ടോസ് കാണാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാം സൈഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഉള്ള നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.